Hello students, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ലാസ്റ്റ് ചാപ്റ്റർ ആണ് ചേഞ്ച് ഓഫ് വാരിയബിൾസ് ഇൻ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ്. വാരിയബിൾ ചേഞ്ച് എങ്ങനെ നടത്താം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ഡബിൾ ഇൻ്റഗ്രൽസ് ആണ് ആദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എക്സ് വൈ പ്ലെയിൻ ആണല്ലോ സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യാറ്. എക്സ് വൈ പ്ലെയിനും അതുപോലെ തന്നെ കറസ്പോണ്ടിംഗ്ലി ഒരു യു വി പ്ലെയിനും കൺസിഡർ ചെയ്യും. എന്നിട്ട് എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു ഫംഗ്ഷനെ അല്ലെങ്കിൽ ഒരു വെക്ടർ ഫീൽഡിനെ യു വി പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അത് യു വി പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഇൻ യു വി, ജി ഓഫ് യു വി എന്ന് പറഞ്ഞാൽ സം ഫംഗ്ഷൻ ഇൻ യു വി, ആൻഡ് വൈ ഈക്വൽ ടു എച്ച് ഓഫ് യു വി, അതായത് സം ഫംഗ്ഷൻ ഇൻ സം അനദർ ഫംഗ്ഷൻ ഇൻ യു ആൻഡ് വി, യുവിൻ്റെ വിൻ്റെയും ടേംസിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട്. അങ്ങനെ എക്സിനെയും വൈനെയും യുവിൻ്റെയും വിൻ്റെയും ടേംസിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ എക്സ് വൈ പ്ലെയിനിനെ യു വി പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. Suppose that G is in the capital G is a region in the UV plane, അതായത് ഇവിടെ കണ്ട ഈ region, and R is a region in the XY plane. Then suppose they are mapped one-to-one mapping such that X equal to G of UV and Y equal to H of UV. Then we call R the image of G under the transformation and G the pre-image of R. അപ്പോൾ റീജിയൻ ജി ആൻഡ് റീജിയൻ ആർ, റീജിയൻ ആറിനെ റീജിയൻ ജിയിലേക്ക് മാപ്പ് ചെയ്തു എന്ന് വിചാരിച്ചു. സോറി, റീജിയൻ ജീനെ റീജിയൻ ആറിലേക്ക് മാപ്പ് ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പോൾ ആറിനെ ഇമേജ് എന്നും ജീനെ അതിൻ്റെ പ്രീ ഇമേജ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ തിരിച്ചായാലും മതി. ഓക്കെ, എന്തായാലും അങ്ങനെ ഒരു മാപ്പിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചില ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു മാപ്പിംഗ് നടത്തേണ്ടത് അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് എഫ് ഓഫ് എക്സിന് പകരം ജി ഓഫ് യു വി ആൻഡ് വൈക്ക് പകരം എച്ച് ഓഫ് യു വി എന്ന് കൊടുക്കാം. ആൻഡ് ഡബിൾ ഇൻ്റഗ്രലിൽ നമുക്ക് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ചെയ്യുന്നതിന് പകരം ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ജി എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളതിന് പകരം ജി ഓഫ് യു വി എച്ച് ഓഫ് യു വി മോഡ് ജെ ഓഫ് യു വി ഡി യു ഡി വി ചെയ്താൽ മതി. അപ്പോൾ എന്താണ് മോഡ് ജെ ഓഫ് യു വി എന്ന് അറിയണം. അപ്പോൾ ജെ ഓഫ് യു വി എന്ന് പറഞ്ഞാൽ ജക്കോബിയൻ ഡിറ്റർമിനൻറ്റ് ഓർ ജക്കോബിയൻ ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് യു വി ആൻഡ് വൈ ഈക്വൽ ടു എച്ച് ഓഫ് യു വി ആണ്. ജക്കോബിയൻ എന്നാണ് പറയുക. അതിൻ്റെ മോഡുലസ് വാല്യൂ ആണ് മോഡുലസ് വാല്യൂ ഓഫ് ജെ ഓഫ് യു വി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ റിലേഷൻ പഠിച്ചു വയ്ക്കുക. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ചെയ്യുന്നതിന് പകരം വാരിയബിൾ ചേഞ്ച് നടത്തി ഈ ഒരു ഇൻ്റഗ്രൽ ചെയ്താൽ മതിയാവും. പക്ഷേ അപ്പോൾ അവിടെ ജക്കോബിയൻ കാൽക്കുലേറ്റ് ചെയ്യണം. ജക്കോബിയൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എക്സ് ഈക്വൽ ടു ജി ഓഫ് യു വി ആൻഡ് വൈ ഈക്വൽ ടു എച്ച് ഓഫ് യു വി ആണല്ലോ. അപ്പോൾ നമ്മുടെ ജക്കോബിയൻ ജെ ഓഫ് യു വി is equal to ഡോ എക്സ് ബൈ ഡോ യു, ഡിറ്റർമിനൻ്റ് ആണ്, ഡിറ്റർമിനൻ്റ് ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി, ഡോ വൈ ബൈ ഡോ യു, ഡോ വൈ ബൈ ഡോ വി ആണ്. പഠിച്ചു വയ്ക്കുക. ഡിറ്റർമിനൻ്റ് ജക്കോബിയൻ is equal to ഇപ്പോൾ എക്സ് ഈക്വൽ ടു ജി ഓഫ് യു വി എന്നുള്ളതും വൈ ഈക്വൽ ടു എച്ച് ഓഫ് യു വി എന്നുള്ളതും നമുക്കറിയാം. ആ റിലേഷൻ വെച്ചിട്ടാണ് ഡോ എക്സ് ബൈ ഡോ യു, ഡോ എക്സ് ബൈ ഡോ വി, ഡോ വൈ ബൈ ഡോ യു, ഡോ വി ബൈ ഡോ വി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. ആ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ എക്സ്പാൻഷനാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോട്ടിലേക്ക് എഴുതുക. ജക്കോബിയൻ്റെ വേറൊരു നൊട്ടേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് ഒന്ന് വായിച്ചിരുന്നാൽ മതി, ചെയ്യണം എന്നില്ല. അടുത്തത് എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ സൈൻ ഓഫ് എക്സ് പ്ലസ് 2y കോസ് ഓഫ് എക്സ് മൈനസ് 2y ഡി എ ഓവർ ദ റീജിയൻ ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ അതിൻ്റെ ഈ റീജിയനിൽ കൂടെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ ഇവിടുത്തെ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സൈൻ ഓഫ് എക്സ് പ്ലസ് 2y ആൻഡ് കോസ് ഓഫ് എക്സ് മൈനസ് 2y ഡി എ എന്നാണ് അല്ലേ. അപ്പോൾ ഈ എക്സ് പ്ലസ് 2yയും എക്സ് മൈനസ് 2yയും ഫുള്ള് എക്സിലും വൈയിലും ഒക്കെ വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ചേഞ്ച് ഓഫ് വാരിയബിൾ മെത്തേഡ് യൂസ് ചെയ്യാം. നമ്മൾ ചെയ്യുന്നതാണ് ദ ഡിഫിക്കൽട്ടി ഇൻ ഇവാലുവേറ്റിംഗ് ദിസ് ഡബിൾ ഇൻ്റഗ്രൽ ഈസ് ക്ലിയർലി ദ ഇൻ്റഗ്രാൻഡ് പ്രസൻസ് ഓഫ് ദ ടേം എക്സ് പ്ലസ് 2y ആൻഡ് എക്സ് മൈനസ് 2y. അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു ചേഞ്ച് ഓഫ് വേരിയബിൾ കൊടുക്കുക എന്നുള്ളത് വിചാരിക്കുന്നത്. നമ്മൾ യുവിന് എക്സ് പ്ലസ് 2y എന്നും വിക്ക് എക്സ് മൈനസ് 2y എന്നും കൊടുക്കുകയാണ്. പുട്ട് യു ഈക്വൽ ടു എക്സ് പ്ലസ് 2y ആൻഡ് വി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2y. And this equation will map R onto a region S in the UV plane. അപ്പോൾ അവിടെ ഒരു മാപ്പിംഗ് ഉണ്ടായിരിക്കും. And we transform the sides of the region. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. യു ഈക്വൽ ടു
എക്സ് പ്ലസ് 2y എന്നും ആൻഡ് വി ഈക്വൽ ടു എക്സ് മൈനസ് 2y എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എക്സ് ഈക്വൽ ടു ജി ഓഫ് യു വി ആൻഡ് വൈ ഈക്വൽ ടു എച്ച് ഓഫ് യു വി എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 2x ഈക്വൽ ടു ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഈ ഒരു സ്റ്റെപ്പ് എഴുതുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതിക്കോളൂ. ഈ രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഈ രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് u പ്ലസ് വി ഈക്വൽ ടു 2x എന്ന് കിട്ടും. u പ്ലസ് വി ഈക്വൽ ടു 2x എന്ന് കിട്ടും. ഫ്രം ദാറ്റ് എക്സ് ഈക്വൽ ടു ഹാഫ് ഓഫ് u പ്ലസ് വി എന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ ഈ സ്റ്റെപ്പ് എഴുതണം. അപ്പോൾ എക്സ് ഈക്വൽ ടു ഹാഫ് ഓഫ് u പ്ലസ് വി. അതുപോലെ ഈ രണ്ട് ഇക്വേഷനും കൂടി സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ യു മൈനസ് വി ഈക്വൽ ടു 4y എന്ന് കിട്ടും. യു മൈനസ് വി ഈക്വൽ ടു 4y എന്ന് കിട്ടും. അപ്പോൾ ഫ്രം ദാറ്റ് y ഈക്വൽ ടു 1/4 യു മൈനസ് വി എന്ന് എഴുതാം. അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. അതൊന്ന് എഴുതി വെക്കാം. ഇനി നമ്മൾ ഈ റീജിയനെ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഈ റീജിയൻ നോക്കിയേ, ഈ ഒരു റീജിയനെ കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ റീജിയനെ ചേഞ്ച് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ S1 എന്നുള്ള റീജിയൻ ചേഞ്ച് ചെയ്യാം. അതായത് ഈ റീജിയനാണ് S1 എന്നുള്ള റീജിയൻ. ആരോ മാർക്ക് ദേ ഇങ്ങടാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന രീതിയിലാണ് ആരോ മാർക്ക് ഉള്ളത്. എന്തായാലും അത് y ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ y ഈക്വൽ ടു 0 എന്നുള്ളത് യുവിൻ്റെ വാല്യൂവിൽ കൊടുത്താൽ u ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ആൻഡ് വിയുടെ വാല്യൂവിൽ കൊടുത്താൽ v ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. അപ്പോൾ ആ സമയത്ത് യുവും വിയും ഈക്വൽ ആണ്. v ഈക്വൽ ടു യു എന്നുള്ള ലൈനാണ് അപ്പോൾ നമുക്ക് കിട്ടുക. രണ്ടും എക്സ് ആയിരുന്നില്ലേ. ഇനി പോയിന്റ്സിൻ്റെ കാര്യം നോക്കാം. പോയിന്റ്സ് നമ്മൾ നോക്കി നോക്കിയേ, 2π0 എന്നുള്ള പോയിന്റിൽ നിന്ന് 0 എന്നുള്ള പോയിന്റിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുക. അപ്പോൾ 2π0 നിന്ന് 0 മൂവ് ചെയ്യുമ്പോൾ യു വി പ്ലെയിനിൽ കറസ്പോണ്ടിങ്ങിൽ വി ഈക്വൽ ടു യു എന്നുള്ള ലൈനാണ്. അവിടെ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ഇവിടെ 2π ആയിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 2π ആയിരിക്കുമ്പോൾ അവിടെ 2π വി ഈക്വൽ ടു യു ആണ്. അപ്പോൾ 2π ആയിരിക്കും പോയിന്റ്. ഇനി ഇവിടെ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ അവിടെ വി ഈക്വൽ ടു യു ആണ്. അപ്പോൾ 0 എന്നുള്ളതായിരിക്കും പോയിന്റ്. അപ്പോൾ 2π ടു 0 വരുന്ന രീതിയിൽ വി ഈക്വൽ ടു യു എന്നുള്ള ലൈൻ വരയ്ക്കാം. വി ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ഈക്വൽ ടു വൈ വരയ്ക്കാറില്ലേ, അതുപോലെ 2π എന്നുള്ള പോയിന്റിൽ നിന്ന് 0 ആരോ മാർക്ക് ഇങ്ങടാകുന്ന രീതിയിൽ ഇതാണ് കറസ്പോണ്ടിങ്ങിൽ S1 എന്നുള്ള ഈ ഒരു ചെറിയ റീജിയനെ ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് ഇതിൽ കിട്ടിയത്. ഇനി അടുത്തത് S2 എന്നുള്ള റീജിയനെ ചേഞ്ച് ചെയ്യുക. S2 എന്നുള്ള റീജിയനെ ചേഞ്ച് ചെയ്യുമ്പോൾ S2 എന്ന് പറയുമ്പോൾ അവിടെ എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് അല്ലേ ഇക്വേഷൻ. എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ഈ യുവിൻ്റെ വാല്യൂവിൽ കൊടുക്കുമ്പോൾ നമുക്ക് യു ഈക്വൽ ടു 2y, വിൻ്റെ വാല്യൂവിൽ കൊടുക്കുമ്പോൾ വി ഈക്വൽ ടു മൈനസ് 2y എന്നുള്ളത് കിട്ടും. അപ്പോൾ യുവും വിയും തമ്മിലുള്ള റിലേഷൻ ഇവിടെ എന്താണ് ഇക്വേഷൻ, എന്താണ് ലൈൻ എന്നുള്ളത് അറിയാനായിട്ട് യുവും വിയും തമ്മിലുള്ള റിലേഷൻ നോക്കുമ്പോൾ വി ഈക്വൽ ടു മൈനസ് യു എന്നുള്ള ലൈനാണ് അല്ലേ. വി ഈക്വൽ ടു മൈനസ് യു എന്നുള്ള ലൈൻ അറിയാലോ. എക്സ് ഈക്വൽ ടു മൈനസ് വൈ നമ്മൾ വരയ്ക്കാറുള്ള പോലെ വി ഈക്വൽ ടു മൈനസ് യു എന്നുള്ള റീജിയനാണ് നമുക്ക് വരുന്നത്, ലൈനാണ് നമുക്ക് വരുന്നത്. ഇനി അവിടെ നമ്മൾ പോയിന്റ് എവിടേക്കാണ് മൂവ് ചെയ്യുന്നത് നോക്കി നോക്കൂ. ഇവിടെ നമ്മൾ 0 എന്നുള്ള പോയിന്റിൽ നിന്ന് 0π എന്നുള്ള പോയിന്റിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ ഇവിടെ എന്താണ് മാറ്റം വരിക നോക്കുക. 0 നിന്ന് 0πയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എക്സ് 0 ആയിരിക്കുമ്പോൾ വി ഈസ് ഈക്വൽ ടു മൈനസ് യു എന്നാണ്. എക്സ് 0 ആയിരിക്കുമ്പോൾ വൈയിലാണ് യുവും വി ഉള്ളത്. അപ്പോൾ വൈ 0 ആയിരിക്കുമ്പോൾ യു ഈക്വൽ ടു 0 ആണ്, വി ഈക്വൽ ടു 0 കിട്ടും. ഒരു മൈനസിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ പോയിന്റ് 0 എന്ന് തന്നെ കിട്ടും. ഇനി വൈ ഈക്വൽ ടു പൈ ആയിരിക്കുമ്പോൾ യു ഈക്വൽ ടു 2π ആണ് വരിക. യു ഈക്വൽ ടു 2π വരും. ആൻഡ് വി ഈക്വൽ ടു മൈനസ് യു ആണ്. അപ്പോൾ ഇവിടെ മൈനസ് 2π വരും അടുത്ത പോയിന്റ്. അപ്പോൾ പോയിന്റ് ചേഞ്ച് ചെയ്യുക. 0 നിന്ന് 2π മൈനസ് 2πയിലേക്കാണ് വി ഈക്വൽ ടു മൈനസ് യു എന്നുള്ള ലൈൻ. നമുക്കറിയാം വി ഈക്വൽ ടു മൈനസ് യു എന്നുള്ള ലൈൻ അല്ലെങ്കിൽ വൈ ഈക്വൽ ടു മൈനസ് എക്സ് എന്നുള്ള ലൈൻ ഇങ്ങടല്ലേ നമ്മൾ പോവാറ് അല്ലേ. എക്സ് ഈക്വൽ ടു മൈനസ് വൈ എന്നുള്ള ലൈൻ ഇങ്ങടാണ് പോവാറ്. അപ്പോൾ ഈ ലൈനിൽ 0 മുതൽ 2π, മൈനസ് 2π എന്നുള്ള പോയിന്റ് വരെ ഇവിടെ വരെയാണ് ആ S2 എന്നുള്ള റീജിയൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഇനി S3 എന്നുള്ള റീജിയൻ എടുക്കുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2π എന്നാണ് S3 എന്ന് പറയുന്ന ലൈൻ തന്നിരിക്കുന്നത്. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 2π എന്നാണ് S3 എന്ന് പറയുന്ന റീജിയൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 2π എന്നുള്ളതിൽ യു ഈക്വൽ ടു 2π. യുവിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കപ്പോൾ അവിടെ എക്സ് പ്ലസ് 2y ഓൾറെഡി നമ്മൾ യു എന്ന് എടുത്തിരിക്കുന്നതാണ്.
അപ്പോൾ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 2π ആണെങ്കിൽ ഇക്വേഷൻ നമുക്ക് കിട്ടുക u ഈക്വൽ ടു 2π എന്നുള്ള ഇക്വേഷനാണ്. ആ ഒരു ലൈനാണ് നമുക്ക് കിട്ടുക u ഈക്വൽ ടു 2π എന്നുള്ള ലൈൻ. അതാ ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ട്. u ഈക്വൽ ടു 2π എന്നുള്ള ലൈനാണ് അതിന് കറസ്പോണ്ടിങ്ങിലി വരിക. S3 എന്നുള്ള റീജിയന് കറസ്പോണ്ടിങ്ങിലി വരിക. ഇനി പോയിന്റ്സ് എവിടെ മുതൽ എവിടെ വരെയാന്ന് നോക്കാം. നമ്മൾ ശരിക്കും അവിടെ മൂവ് ചെയ്തിരുന്നത് 0πയിൽ നിന്ന് 2π 0യിലേക്കായിരുന്നു മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് v ഈക്വൽ ടു x മൈനസ് 2y ആണ്. shows that v ranges from v equal to minus 2π to v equal to 2π. Thus, the region S3 is the vertical segment u equal to 2π starting at minus 2π and going to the point 2π. നോക്കി നോക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു ലൈൻ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് വരുന്നത്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2π to minus 2π ആണ്. അത് മുതൽ ഇവിടെ വരെ എത്തുമ്പോൾ നമുക്ക് 2π to 2π വരെയാണ് ഇത് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അതാണ് S3 എന്ന് പറയുന്ന റീജിയൻ വരുന്നത്. അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കിയാലും മതി കേട്ടോ. ഈ 0 ആയിരിക്കുമ്പോൾ എന്താണ് വാല്യൂ വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ u ഈക്വൽ ടു 2π ആണ്. 2π ആയതുകൊണ്ട് ഇവിടെ നമുക്ക് v മൈനസ് 2π to 2π ആണ് വാരി ചെയ്യുന്നത് എന്നുള്ളത് അറിയാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ്ലി ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. u എപ്പോഴും 2π തന്നെയാണ്. അപ്പോൾ ഇവിടെ അടിയിൽ നമുക്ക് -2π to minus 2π 2π to 2π ട്ടാ. ഇവിടെ പ്ലസ് 2π ആണ്. u എപ്പോഴും 2π അല്ലേ. അപ്പോൾ 2π to minus 2πയും 2π to 2πയും ആണ് വേരിയേഷൻ വരുന്നത് ആ ലൈനുമേ. ഇനി നമുക്ക് നമ്മുടെ മാറ്റിയ ഇക്വേഷൻ x ഈക്വൽ ടു 1/2 u പ്ലസ് വി എന്നും y ഈക്വൽ ടു 1/4 u മൈനസ് വി എന്ന് വരും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിൻ്റെ ജക്കോബിയൻ കണ്ടുപിടിക്കാം. ഡോ എക്സ് ബൈ ഡോ യു. ഇതിൻ്റെ ഡോ എക്സ് ബൈ ഡോ യു കണ്ടുപിടിക്കാം 1/2 ആണ് കിട്ടുക. ഡോ എക്സ് ബൈ ഡോ വി കണ്ടുപിടിക്കാം നമുക്ക് 1/2 ആണ് കിട്ടുക. ഡോ വൈ ബൈ ഡോ യു കണ്ടുപിടിക്കുക 1/4 കിട്ടും. ഡോ വൈ ബൈ ഡോ വി കണ്ടുപിടിക്കുക -1/4 കിട്ടും. അപ്പോൾ ഇത് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ -1/4 കിട്ടും. ഇനി ഇക്വേഷനിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സൈൻ എക്സ് പ്ലസ് 2y കോസ് എക്സ് മൈനസ് 2y ഉണ്ട് കേട്ടോ. ഇവിടെ 2y വിട്ടുപോയിക്ക് എന്താണ് 2y dA എന്നുള്ളിടത്ത് uv എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ്. ഇതിന് പകരം u എഴുതുക. അപ്പോൾ സൈൻ u, ഇവിടെ കോസ് വി, പിന്നെ മോഡ് ജക്കോബിയൻ വരും അല്ലേ. ഫോർമുല ഒരു പ്രാവശ്യം എഴുതിക്കോളൂ കേട്ടോ. അതിൽ എഴുതിയിട്ടില്ല. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഫോർമുല എഴുതുക. അപ്പോൾ മോഡുലസ് വാല്യൂ ഓഫ് ജക്കോബിയൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ മോഡ് -1/4 dAക്ക് പകരം du dv എന്നാക്കാം കേട്ടോ. ഈ dA ഡാഷ് എന്നുള്ളത് നിങ്ങൾ എഴുതേണ്ട. ഇവിടെ ഇതിന് പകരം du dv എന്ന് എടുത്താൽ മതി. du dv അങ്ങനെയല്ലേ നമ്മുടെ ഫോർമുല വരുന്നത്. എന്നിട്ട് 1/4 ആണ് ഇതിൻ്റെ മോഡുലസ് വാല്യൂ വരിക. അത് ഔട്ട് സൈഡ് എടുക്കാം. പിന്നെ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എന്ന് പറയുമ്പോൾ യുവിൻ്റെയും വിൻ്റെയും വേരിയേഷൻ ആണ് അവിടെ വരിക. അപ്പോൾ യുവിൻ്റെ വാരിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഫിഗറിൽ നിന്ന് തന്നെ അത് ക്ലിയർ ആണ്. യുവിൻ്റെ വാരിയേഷൻ u 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. u ഈ ആക്സിസുമാണ്. അപ് ടു എവിടെ വരെ പോകുന്നു? u അപ് ടു 2π വരെയാണ് പോകുന്നത്. അപ്പോൾ യുവിൻ്റെ വാരിയേഷൻ 0 to 2π ആണ് വരിക. അതുപോലെ വിയുടെ വാരിയേഷൻ എവിടെ മുതൽ എവിടെ വരെ വരുന്നു എന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ വിയുടെ വാരിയേഷൻ നമുക്ക് വരുന്നത് വി ഇതാ ഇങ്ങനെയാണ് വാരി ചെയ്യുന്നത്. ഇത് ഇവിടെ v ഈക്വൽ ടു മൈനസ് യു ഇൻമേൽ കൂടി, ഇവിടെ v ഈക്വൽ ടു യു ഇൻമേൽ കൂടിയാണ് വാരി ചെയ്യുന്നത്. അപ്പോൾ വിൻ്റെ വാരിയേഷൻ യുവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. വി -u മുതൽ +u വരെയാണ് വാരി ചെയ്യുന്നത്. വി വാരി ചെയ്യുന്നത് -u മുതൽ +u വരെയാണ്. അത് ഏകദേശം നമ്മൾ ഫിഗർ നോക്കിയിട്ടാണ് കേട്ടോ എഴുതുന്നത്. അപ്പോൾ വിയുടെ വാരിയേഷൻ -u ടു +u ആണ് വരിക. പിന്നെ സൈൻ യു, കോസ് വി, du dv. അപ്പോൾ ഇനി ആദ്യം നമുക്ക് വി വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഡബിൾ ഇൻ്റഗ്രൽ അല്ലേ. കാരണം അവിടെ വിയുടെ ലിമിറ്റ് യുവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. വിയുടെ ലിമിറ്റിൽ യു വരുന്നുണ്ട്. അപ്പോൾ ആദ്യം വി വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ വി വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2π സൈൻ യു സൈൻ വി ആണ് അതിൻ്റെ ഇൻ്റഗ്രൽ വരിക. വിത്തിൻ ദ ലിമിറ്റ് -u to u du. അപ്പോൾ സൈൻ സ്ക്വയർഡ് യു du വരും. -1 cos 2u എന്ന് എഴുതി ലിമിറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു π/2 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ.